പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ഒരു സമയത്ത് 25/6/2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമുള്ള കാര്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ക്യാപ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ അലോട്ട്മെൻറ്റ് എന്നതിന് ഒരു ലിങ്ക് കാണാം. ക്ലിക്ക് ഹിയർ എന്നൊരു ലിങ്ക് കാണാം. അതിൽ ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. 25/6/2024 5 മണിക്ക് മുമ്പായി ഫീ പേയ്മെൻറ്റ് നടത്തണം എന്നുള്ള കാര്യം ഇവിടെ കാണാവുന്നതാണ്. ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, എത്രാമത്തെ ഓപ്ഷനിൽ എത്രാമത്തെ പ്രയോറിറ്റിയിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നതും കാണാവുന്നതാണ്. 4ാമത്തെ പ്രയോറിറ്റിയിലാണ് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള ലിങ്കും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുവഴി ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പിന്നീട് ഇവിടെ മുകളിൽ വലതുവശത്ത് കാണുന്ന ഹോം എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ പഴയ പേജിലേക്ക് തന്നെ നിങ്ങൾ പോകുന്നതായിരിക്കും. ഇവിടെ ചലാൻ റെസിപ്റ്റ് എന്നതിൻ്റെ ലിങ്കിൽ പ്രസ് ചെയ്താൽ ചലാൻ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകേണ്ട ഒന്നാണ്. പിന്നെ ഇവിടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ എന്നൊരു ലിങ്ക് കാണാം. അതുവഴി നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷനുകൾ ആവശ്യമില്ലാത്തവ ഉണ്ട് എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥിക്ക് 4ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. അതുകൊണ്ട് അതിൻ്റെ മുന്നിലുള്ള 3 ഓപ്ഷനുകൾ ഇവിടെ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ താല്പര്യമില്ലാത്തവ ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജിൽ പിന്നീട് അഡ്മിഷൻ സമയത്ത് സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഹോം പേജിലേക്ക് തന്നെ പോയാൽ കമ്മ്യൂണിറ്റി റിപ്പോർട്ടിംഗ് എന്നൊരു ലിങ്ക് കാണാം. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കോളേജ് മാത്രമാണ് നൽകിയിരുന്നത്. ഇവിടെ റിപ്പോർട്ട് എന്നൊരു ലിങ്ക് കാണാം വലതുവശത്ത്. അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗ്രീൻ കളറിലേക്ക് മാറുന്നതാണ്. ഇവിടെ ഓക്കെ എന്ന് നൽകിയാൽ ഗ്രീൻ കളറിലേക്ക് മാറുന്നതാണ്. ഇതോടുകൂടി കമ്മ്യൂണിറ്റി അഡ്മിഷന് നിങ്ങൾക്ക് അർഹതയുള്ള എല്ലാ കോളേജിലും ആവശ്യമുണ്ട് എങ്കിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ 29/6/2024 നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കോളേജിൽ നിങ്ങൾക്കുള്ള കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം വെബ്സൈറ്റ് ലോഗിനിൽ അറിയാൻ വേണ്ടി സാധിക്കും. അതുപ്രകാരം നിങ്ങൾക്ക് അഡ്മിഷനുള്ള സാധ്യതയുണ്ട്. അതിന് അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകുന്നതല്ല. കോളേജുകളിൽ നിന്ന് നിങ്ങളെ ഫോൺ വഴി ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങോട്ടും ബന്ധപ്പെടാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ കോളേജിൽ അഡ്മിഷനായിട്ട് പോകേണ്ട ആവശ്യമില്ല. കോളേജ് ജോയിനിങ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്താണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.